ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡും മാഗിയൊക്കെ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാഗിയും ബ്രെഡുമാണ്. മാഗി നൂഡിൽസ്. അപ്പോൾ ഞാൻ ചെറിയ പാക്കറ്റാണ് ഇത് എടുത്തിട്ടുള്ളത്. നൂഡിൽസിൻ്റെ ചെറിയ പാക്കറ്റ് 12 രൂപയ്ക്കുള്ള ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ്. അതുപോലെ തന്നെ ഒരു 2 ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ശരി, എന്നാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ നൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ നൂഡിൽസ് വേവിച്ചെടുക്കുന്നതിൽ നിന്നും കുറച്ചളവിൽ മാത്രം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ നൂഡിൽസ് എല്ലാം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഈ സമയത്ത് തന്നെ ചേർത്തേക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ക്യാപ്സിക്കം കൂടി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് വേണമെന്നുണ്ടെങ്കിൽ ബീൻസും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടമുള്ളത് അത് ചേർക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസ് എല്ലാം നന്നായിട്ട് വെന്തിട്ട് കിട്ടും. നമ്മുടെ നൂഡിൽസ് എല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മാഗിയുടെ കൂടെ കിട്ടുന്ന ഈ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല ചേർത്ത് കൊടുക്കുന്ന ഓപ്ഷനിലാണ്. പക്ഷേ മസാല ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മുടെ നൂഡിൽസ് എല്ലാം വെന്ത് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വെള്ളം ഒന്നും ഇപ്പം ഇതിലില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഒരു 80% മാത്രമേ നമ്മുടെ മാഗി ഇപ്പോൾ വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ നൂഡിൽസ് എല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാളയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയിൽ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരല്പം തക്കാളിയും കൂടി. അപ്പോൾ കുറച്ച് തക്കാളി, ഒരു പകുതി തക്കാളിയേ എടുത്തിട്ടുള്ളൂ. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ബ്രെഡാണ്. അപ്പോൾ 2 ബ്രെഡ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. സാധാരണ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ ചെറിയ ലൈറ്റായിട്ടുള്ള സ്വീറ്റ്നെസ്സൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ളത് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ആ നൂഡിൽസ് മസാലയിലുണ്ടാവും. അതിൻ്റെ പേരിലാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി. മസാലയിൽ ഉപ്പുണ്ടാവും, അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരല്പം പോലും വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കൈവച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ മാത്രമേ കുഴച്ചെടുക്കാൻ പാടുള്ളൂ. അതായത് ഒരുപാട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നമ്മളിത് കുഴച്ചെടുക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ നൂഡിൽസ് എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. ഞാനിപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അധികമായിട്ട് നമ്മുടെ നൂഡിൽസ് ഒന്നും ഉടഞ്ഞു പോകാതെ ഇതുപോലെ വേണം നമുക്കിത് കിട്ടാൻ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കോട്ടിങ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരല്പം മൈദാമാവ് എടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത നൂഡിൽസും കൂടിയാണ്. ഇത് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ നൂഡിൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇത് രണ്ടിലും കോട്ട് ചെയ്തെടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിലൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നൂഡിൽസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു ചെറിയൊരു ബോളിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കുട്ടി പരിപ്പൊടിയുടെ ഷേപ്പിലാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നേരെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. ബാറ്ററിൽ ചെറുതായിട്ടൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസിലിട്ടിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ നൂഡിൽസ് എല്ലാം ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരുന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ എണ്ണയെല്ലാം ഇപ്പം നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഈ ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ഫസ്റ്റ് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. ഒരുപാട് സമയം നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിനുള്ളിൽ വെച്ചിരിക്കുന്ന എല്ലാം നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ നൂഡിൽസ് മാത്രം നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതിയാവും. ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാഗി സ്നാക്ക് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ വളരെ കളർഫുള്ളായിട്ടും വളരെ ക്രിസ്പി ആയിട്ടുമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ടൊമാറ്റോ സോസുമാണ്. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നൂഡിൽസും മാഗിയൊക്കെ ഇനി വീട്ടിൽ വാങ്ങുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.